ദൈവത്തിന് മഹത്വം. പൗലോസിനോട് ദൈവം പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി. അത് ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവ ശക്തിയത്രേ. ഇന്ന് നമ്മോടൊപ്പം സാമുവേൽ ജോർജ് മൂലയിൽ, ഓർലാൻഡോ ഫ്ലോറിഡയിലുള്ള പ്രിയപ്പെട്ട ദൈവ ഭൃത്യനുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു മനോഹരമായ പുസ്തകത്തിൻ്റെ പേര് തന്നെ കയറ്റത്തിലെ കൃപ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് പ്രാർത്ഥനാപൂർവം ശ്രവിക്കാം. പ്രിയ അച്ചായൻ എഴുതിയ മനോഹരമായ പുസ്തകം ഇന്ന് വളരെ പ്രചാരത്തിൽ ആയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളെ ആശ്വസിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, ധൈര്യം പകരുന്ന ഒരു അനുഗ്രഹീതമായ പുസ്തകമാണ് അത്. കയറ്റത്തിലെ കൃപ എന്ന ഈ പുസ്തക രചനയുടെ പിന്നിലെ രഹസ്യം ഒന്ന് പങ്കിടാവോ? തീർച്ചയായും. കയറ്റത്തിലെ കൃപ അല്ലെങ്കിൽ ഗ്രേസ് ഇൻ ദ ക്ലൈംബ്, അത് കൊടുക്കുവാനൊരു കാരണമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ നാം ഓരോ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകും. ചിലപ്പോൾ താഴ്വരയുടെ അനുഭവമാകാം, ചിലപ്പോൾ ഒരു മല കയറുന്നത് പോലെയുള്ള അനുഭവമാകാം. ആ മല കയറ്റത്തിലും താഴ്വരയിലും ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ അതിന് പ്രോത്സാഹിപ്പിക്കുകയും നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത്. ആ കൃപയെന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൻ്റെ അവസാനം കാണുന്ന ഒന്നല്ല. നമ്മുടെ ഓരോ കാൽച്ചുവടുകളിലും ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെയിരിക്കുന്നു. നാം അത് മനസ്സിലാക്കുന്നോ ഇല്ലയോ, അത് വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്, അതൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനത് മനസ്സിലാക്കുവാൻ തുടങ്ങിയത് രക്ഷയുടെ അനുഭവത്തിൽ വന്നതിന് ശേഷമാണ്. അതിനെപ്പറ്റി ദീർഘമായിട്ട് പിന്നീട് പറയാം. അതാണ് എനിക്ക് ആ പ്രേരണ തന്നത്. ആ വചനം അങ്ങനെ എഴുതുവാനായിട്ട്, ആ വാക്യം അല്ലെങ്കിൽ ആ ടൈറ്റിൽ അങ്ങനെ കൊടുക്കുവാനായിട്ട് കാരണം അതാണ്. പിന്നീട് ഇതിനുള്ള പ്രചോദനം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതായിട്ടുള്ള നന്മകളെ പറ്റി ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു, തിരിഞ്ഞു നോക്കുമായിരുന്നു. അപ്പോൾ വിശ്വാസത്തിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈവൻ വിശ്വാസത്തിൽ വരുന്നതിന് മുൻപ് തന്നെയുള്ള അനുഭവങ്ങൾ നോക്കിയാൽ, അന്നു മുതൽ ദൈവവചനത്തിൽ പറയുന്നത് പോലെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മെ കണ്ടിരുന്നു. ആ അവസ്ഥകൾ ഞാൻ ഓർക്കുന്നു. പല അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് നമ്മളോട്, കുഞ്ഞുങ്ങളോടും നമ്മുടെ വരുന്ന തലമുറയോടും അത് പറയേണ്ട ഒരു കടമ നമ്മൾക്കുണ്ട്. അതാണ് എനിക്കുണ്ടായ പ്രചോദനം. അവരിത് വായിക്കണം. നമ്മൾ കടന്നു വന്ന പാതകൾ, അവരും ഇതേ പാതകളിൽ കൂടെ പോയെന്ന് വരാം, അല്ലെങ്കിൽ അതുപോലെയുള്ള അനുഭവങ്ങളിൽ പോകുന്നവരുണ്ടാകാം. അവർക്കിതൊരു പ്രചോദനമായി തീരണം. ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടണം. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള പോയിന്റ്. ശരിക്കും അങ്ങയുടെ പേരിന് തന്നെ വലിയ അർത്ഥമുണ്ട്. സാമുവേൽ എന്ന് പറഞ്ഞാൽ ദാൻ മുതൽ ബേർശേബ വരെ പ്രസിദ്ധനായ ഒരു പ്രവാചകനായിരുന്നു. വളരെ പ്രാർത്ഥിച്ച് കിട്ടിയ ശമൂവേലിൻ്റെ പേര്. അതുപോലെ ജോണിൽ നിന്നാണല്ലോ ജോർജ് ഉണ്ടാകുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യനായ ഏറ്റവും അധികം മാറോടെ ചേർത്തണച്ച യോഹന്നാൻ, ആ യോഹന്നാൻ്റെ പേരിൽ നിന്നാണല്ലോ ജോർജ് ഉണ്ടാകുന്നത്. അപ്പം സാമുവേൽ ജോർജ്, ഈ രണ്ട് പേരിനകത്ത് ഒരു രഹസ്യമുണ്ടല്ലോ. അങ്ങനെ ആ പേര് ലഭിച്ചതിൻ്റെ രഹസ്യം ഒന്ന് പറയാമോ? തീർച്ചയായും. എൻ്റെ ഫസ്റ്റ് നെയിം സാമുവേൽ എന്നാണ്, മിഡിൽ നെയിം ജോർജ് എന്നാണ് എൻ്റെ പിതാവിൻ്റെ പേര്. മൂലയിൽ എന്നുള്ളത് ഞങ്ങളുടെ കുടുംബ പേരാണ്. എന്നാൽ ഈ പേരെങ്ങനെ ലഭിച്ചു എന്നുള്ളത് ഞാൻ പറയാം. പേരുകൾ പലപ്പോഴും എഴുതുന്നത് നമ്മുടെ രീതി അനുസരിച്ച് സാമുവൽ MG എന്നെഴുതാം, ചിലപ്പോൾ അത് MG സാമുവൽ എന്നെഴുതാം. നമ്മളിത് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പാസ്പോർട്ട് എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഘടന നമ്മൾ എങ്ങനെ എഴുതിയെന്നുള്ളതിനെ പറ്റി ചിന്തിക്കുന്നത്. ചിലപ്പോൾ അത് തിരിച്ചു വരാം. മൂലയിൽ എന്നുള്ളത് ഫസ്റ്റ് നെയിം ആകാം, സാമുവൽ എന്നുള്ളത് ഫസ്റ്റ് നെയിം ആകാം. എങ്ങനെ അത് എഴുതിയെന്ന് അനുസരിച്ചിരിക്കും. പേര് കിട്ടുവാനൊരു കാരണമുണ്ട്. സാമുവൽ എന്നുള്ള വാക്കിന് വളരെ അർത്ഥമുണ്ടല്ലോ, അറിയാമല്ലോ. അതിനായ ദൈവം ചോദിച്ചു, കിട്ടി, ദൈവത്താൽ നൽകപ്പെട്ടു എന്നുള്ളതാകുന്നല്ലോ. എൻ്റെ ഒരു അങ്കിൾ, എൻ്റെ ഒരു ഗ്രേറ്റ്, എൻ്റെ ഫാദറിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു അങ്കിൾ ഇങ്ങനെ അദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു, ഒരു അധ്യാപകനായിരുന്നു. തനിക്കൊരു കാലിനൊരു ചില മുടന്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സാമുവൽ എന്നായിരുന്നു. അദ്ദേഹം ഒരു പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ വന്ന സമയത്ത് എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ഞാൻ മരിച്ചു പോയാൽ ഈ പേര് കുടുംബത്തിൽ ആര് നിലനിർത്തും?
ആ പേരിൻ്റെ അർത്ഥം എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ മാതാപിതാക്കൾ അത് അവരുടെ മനസ്സിൽ വെച്ചിരുന്നു. ഞാനാണ് പിന്നെ ഉണ്ടായത് ആ ഫാമിലിയിൽ. അപ്പോൾ ആ പേര് എനിക്ക് ലഭിച്ചു. അത് ഞാനിപ്പോഴും ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിക്ചറൊക്കെ എൻ്റെ ബുക്കിനകത്തുണ്ട്. അദ്ദേഹം നല്ലൊരു മനുഷ്യൻ, ദൈവത്തെ അറിഞ്ഞ വ്യക്തിയായിരുന്നു, ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് എനിക്ക് ആ പേര് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ശരിക്കും വിശ്വാസത്തിലേക്ക് വരാനുണ്ടായ വഴിത്താര എന്തായിരുന്നു? അതെ, വിശ്വാസത്തിലേക്ക് വരാനുള്ള വഴിത്താന അതൊരു പ്രധാന ഘട്ടമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും. സത്യം അന്വേഷിക്കുക, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നുള്ള ദൈവവചനമുണ്ട്. സത്യം നിങ്ങളെ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. തീർച്ചയായിട്ടും. ഞാൻ വളർന്നു വന്ന കൗമാരപ്രായം കഴിഞ്ഞ് യൗവനകാലം, ആ സമയത്തൊക്കെയും എൻ്റെ മനസ്സിൽ ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഓരോരുത്തരും ഓരോ പാത നമ്മുടെ മാതാപിതാക്കൾ കൊണ്ടുവന്നായിട്ടുള്ള അവിശ്വാസത്തിൻ്റെ പാതയിൽ കൂടെയൊക്കെ നമ്മൾ വരും. ആ അച്ചടക്കത്തിലും ശിക്ഷണബോധത്തിലും ഒക്കെ വരുന്നു. എന്നാലും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ശരിയോ തെറ്റോ എന്നുള്ള ഒരു ചോദ്യം എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്നാനത്തെ പറ്റിയുള്ള ഒരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട സൺഡേ സ്കൂളിലൊക്കെയും നിരന്തരമായി പോവുകയും നല്ല കർശന ബോധത്തിലും ശിക്ഷണബോധത്തിലും വളർത്തിയ മാതാപിതാക്കളാൽ വളർത്തപ്പെട്ടവരാണ് ഞാൻ. ഒരു സിനിമയ്ക്കോ അല്ലെങ്കിൽ ഒരു നാടകത്തിനോ, ഈവൻ പള്ളിയിലെ ഒരു പെരുന്നാളിൻ്റെ പ്രോഗ്രാമിന് പോലും അവർ ഞങ്ങളെ വിട്ടിരുന്നില്ല. അങ്ങനെയുള്ള അച്ചടക്കത്തിലാണ് വളർത്തിയത്. ഞങ്ങൾക്ക് ദൂരെ നിന്നുകൊണ്ട് ആ പള്ളി കാണാം, അവിടെ വെടിക്കെട്ട് കിടക്കുമ്പോൾ ഇവിടെ നിന്ന് കണ്ടാൽ മതി, അവിടെ പോകണ്ട എന്നുള്ള ശിക്ഷണത്തിൽ അങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നു. എന്നാൽ സ്നാനത്തെ പറ്റിയുള്ള കാര്യത്തിൽ എനിക്ക് എപ്പോഴും ചോദ്യങ്ങളുണ്ടായിരുന്നു. ഞാനും എൻ്റെ പിതാവ് 2012 മരിച്ചുപോയി. അദ്ദേഹവുമായിട്ട് താൻ രക്ഷയുടെ അനുഭവത്തിൽ വരുന്നതിനൊക്കെ മുമ്പേ തന്നെ ഞാൻ ഇതിനെ പറ്റി സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ജീവിതം മുൻപോട്ട് പോയി വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഡൽഹിയിലേക്ക് എൻ്റെ ഉപരിപഠനാർത്ഥം അവിടേക്ക് കടന്നുപോയി. ഞാൻ ഇവിടുന്ന് ബിരുദാനന്തര ബിരുദം എടുത്തിട്ട് ഡൽഹിയിലേക്ക് ജോലി സംബന്ധമായി കടന്നുപോയി. അവിടെ വെച്ചാണ് ഞാൻ തനിയായിരുന്നു. അവിടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ താമസിച്ചു. 1-2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവിടെ വെച്ചൊക്കെയും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവവചനം കേൾക്കുവാനും ഇടയായി. അപ്പോൾ ഞാനൊന്ന് തേടിപ്പോയതല്ല, ദൈവം എന്നെ അതിൽ കൊണ്ടുവന്നുവെന്ന് വേണം പറയുവാൻ. അപ്പോൾ അവിടെ വെച്ച് ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. അത് 1987 അതിനുശേഷം മുതിർന്ന സ്നാനം എടുത്തു. ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അടുത്ത സുഹൃത്ത് അനിൽ, അദ്ദേഹവും ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ശരിക്കും നിങ്ങളുടെ തീരെ കുഞ്ഞു പ്രായത്തിൽ വലിയൊരു മോശയെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് അവന് മോശയെന്ന് പേര് ലഭിച്ചെന്ന് പറയുന്നത് പോലെ നിങ്ങളെ വെള്ളത്തിൽ മുങ്ങിപ്പോകേണ്ടതായിരുന്നു 8-9 വയസ്സിൽ. അവിടുന്ന് കിട്ടിയ അത്ഭുതകരമായ വിടുതൽ എങ്ങനെയായിരുന്നു? അത് വളരെ എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമായിരുന്നു. ദൈവം നമ്മളെ രക്ഷിക്കുന്നു, ദൈവം നമ്മളെ സഹായിക്കുന്നു, ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ തീർച്ചയായും ഒരു തെളിവായിരുന്നു. അന്ന് 8-9 വയസ്സുള്ള സമയത്ത് ഞങ്ങൾ കളിക്കൂട്ടുകാരായിട്ട് 2-3 പേരുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കളിച്ച് മീനിടത്ത്, ആ ഗ്രാമത്തിലാണ് ഞങ്ങൾ വളർന്ന്, കോട്ടയം ജില്ലയിലുള്ള മീനിടത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തോടിന് കുറുകയായി ഇങ്ങനെ വലിയ ബണ്ട് കെട്ടി വെള്ളം നിറയ്ക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ജലസേചനത്തിനായിട്ട്, ഇങ്ങനെ കൃഷികൾക്ക് ജലം കൊടുക്കുന്നതിനായിട്ട്. അപ്പോൾ അങ്ങനെ വെള്ളം നിറച്ച് നിന്നിരുന്നായിട്ടുള്ള സമയത്ത് ചെറിയൊരു തോടാണ്, അതിന് കുറുകെ ഒരു പറങ്കി മാവ് ഇങ്ങനെ ക്രോസ് ചെയ്യും. അപ്പം ഞങ്ങൾ പിള്ളേർ കളിച്ച് അതിൽ കൂടെ അപ്പുറത്ത് കടക്കും. എന്നാൽ ഒരു ദിവസം എൻ്റെ 2 സുഹൃത്തുക്കൾ അവർ ഈ ഇതിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ അവർ വെള്ളത്തിൽ ഇങ്ങനെ അവർ നിലത്ത് നിൽക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ മനസ്സിൽ പറഞ്ഞു, നീയും ചാടാൻ. ഞാനും ചാടി പുറകെ. എന്നാൽ അത് വലിയ ആഴമുള്ള ഒരു 10 അടിയോളം കാണും. ഞാൻ എത്രയാണ് 3-4 അടി കൊച്ചു ബാലനായിരുന്നല്ലോ. ഞാൻ വെള്ളത്തിൽ മുങ്ങുവാൻ തുടങ്ങി. കൂട്ടുകാരവർ എന്നെ ശ്രദ്ധിച്ചില്ല, അവർ മുൻപോട്ട് കളിച്ചങ്ങ് പോയി. ഞാൻ വെള്ളത്തിൽ 1 മുങ്ങി, 2 മുങ്ങി. എന്നാൽ 3-മത്തേത് മുങ്ങുന്നതിന് മുൻപായി ദൈവത്തിൻ്റെ അദൃശ്യകരമെന്ന് എനിക്ക് പറയാനൊക്കത്തുള്ളൂ. ദൈവം ഒരു വ്യക്തിയെ അവിടെ നിയമിച്ചിരുന്നു. ഒരു സ്ത്രീ താൻ അവിടെ തുണി അലക്കിക്കൊണ്ട് നിൽക്കുന്നു. താൻ പെട്ടെന്ന് വന്ന് എന്നെ പിടിച്ച്
വെള്ളത്തിൽ നിന്ന് പൊക്കി. മൂന്നാമത് ഞാൻ മുങ്ങുവാൻ അനുവദിച്ചില്ല. മൂന്നാമത് ഞാൻ മുങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ താങ്കളുമായി ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മോശയെ വെള്ളത്തിൽ നിന്ന് ദൈവം വലിച്ചു കയറ്റിയതുപോലെ അതെ, മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ സർവശക്തിയുള്ള ദൈവം തന്റെ അത്ഭുതകരമായ കരം ഉയരത്തിൽ നിന്ന് നീട്ടി പെരുവെള്ളത്തിൽ നിങ്ങളെ വലിച്ചെടുത്തതുപോലെ നിങ്ങൾക്ക് പുതിയൊരു ജീവിതം നൽകുകയായിരുന്നു. തീർച്ചയായും അമേരിക്കൻ കുടിയേറ്റത്തിന്റെ രഹസ്യം ഒന്ന് പറയാമോ? തീർച്ചയായും അമേരിക്കൻ കുടിയേറ്റം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഡൽഹിയിൽ 86 തൊട്ട് 88 വരെയുള്ള കാലയളവിൽ ഞാൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് വിവാഹത്തെ പോലും ഒന്നും ചിന്തിക്കാത്ത ഒരു അവസ്ഥയിൽ പഠനം, മുൻപോട്ടുള്ള ജോലി കാര്യങ്ങൾ ഇതൊക്കെയും ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നൊരു ആലോചന കടന്നു വരികയുണ്ടായി. അതും ദൈവ നിയോഗത്താലാണ്. ഞാൻ അങ്ങനെ വിവാഹത്തിന് വേണ്ടി ആളുകളെ പല പ്രാവശ്യം കാണുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അത് അങ്ങനെ. എന്നാൽ ഇത് ആദ്യം വന്ന ആലോചന തന്നെ 88 ഞങ്ങൾക്ക് ഈ ആലോചന നടക്കുന്നു. എൻ്റെ ഭാര്യ അമേരിക്കയിലായിരുന്നു. താൻ കടന്നു വരുന്നു. പെട്ടെന്ന് ഞങ്ങളുടെ വിവാഹം 88 നവംബറിൽ നടക്കുന്നു. നവംബർ 14, 1988 ഞങ്ങളുടെ വിവാഹം. എനിക്ക് 25 വയസ്സ് അങ്ങോട്ട് പൂർത്തിയാകുന്നതേ ഉള്ളൂ. സോ അപ്പോഴേ പൂർത്തിയായി, അപ്പോഴേ നടക്കുന്നു. സോ അതിനുശേഷം പെട്ടെന്ന് താൻ സിറ്റിസൺ ആയിരുന്നില്ല വൈഫ്. എന്നാൽ വന്ന് താൻ ഇവിടുന്ന് വിവാഹത്തിന് ശേഷം ചെന്ന് സിറ്റിസൺഷിപ്പ് എടുത്തു. അതും ഒരു അത്ഭുതമാണ്, ദൈവത്തിൻ്റെ ഒരു കൃപയെന്ന് പറയാൻ ഒക്കത്തുള്ളൂ. എനിക്ക് അവിടേക്ക് കടന്നു പോകാൻ പെട്ടെന്ന് അതിന് അനുവാദം കിട്ടിയത്. ഈ അപ്രൂവൽ ലെറ്റർ വന്ന ഉടനെ തന്നെ ഞങ്ങൾ കോൺസുലേറ്റിലേക്ക് പോവുകയാണ് ചെയ്തത്. പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് കോൺസുലേറ്റ് ഓഫീസർ ഇതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, എല്ലാം ഓക്കെയാണ്, ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ടോ, താങ്കൾക്ക് വിസ അവൈലബിൾ ആണ്, മെഡിക്കൽ ടെസ്റ്റ് എടുക്കുവാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. എനിവേ 1989 ഒക്ടോബറിൽ എനിക്ക് അവിടേക്കുള്ള വിസ ലഭിച്ച് ഞാൻ കടന്നു പോകുന്നു. 1989 അമേരിക്കയിൽ ന്യൂയോർക്കിൽ JFKയിൽ എത്തുന്നു. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ കണ്ണുകൾക്ക് വിസ്മയമാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവം. എല്ലാം ദൈവത്തിൻ്റെ കൃപ. അതോ അർഹതയില്ലാത്ത ദാനം, അതിൻ്റെ പേരാണല്ലോ കൃപ. ആ കൃപയാണ് വാസ്തവത്തിൽ നിങ്ങളെ അമേരിക്കയിൽ എത്തിച്ചേർന്നത്. അമേരിക്കയിൽ വെച്ച് നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, നിങ്ങളുടെ ഭാര്യയ്ക്ക് വലിയൊരു അപകടം ഉണ്ടായി. ആ അപകടത്തിൽ നിന്ന് എങ്ങനെയാണ്, നിങ്ങൾക്കും ഒത്തിരി അപകടം ഉണ്ടായിരുന്നു, ശരിക്കും അപകടത്തിൽ നിന്ന് എങ്ങനെയാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അത്ഭുതകരമായി വിടുവിച്ച അതിശയകരമായ അനുഭവം ഒന്ന് പങ്കിടാവൂ? പങ്കിടാം, തീർച്ചയായും. അതിന് മുൻപായി ഞാൻ ഒരു കാര്യം കൂടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവെന്ന് വേണമെങ്കിൽ പറയാം. അതിന് മുൻപിൽ ഞങ്ങൾക്കൊരു സംഭവം ഉണ്ടാകുന്നു. 1990 എൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരുന്നു. 1990 നവംബറിലാണ് ഡ്യൂ ഡേറ്റ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങൾ അതിന് 1-2 ആഴ്ചയ്ക്ക് മുമ്പിൽ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ഫ്രീക്വൻ്റായിട്ട് പോകും. പോയ സമയത്ത് കുഞ്ഞിനേതോ ഡിസ്ട്രെസ് ഉള്ളതായിട്ട് പറയുന്നു. കുഞ്ഞ് മൂവ് ചെയ്യുന്നില്ല, അനങ്ങുന്നില്ല. അപ്പോഴത്തേന് ഞങ്ങളെ എമർജൻസി റൂമിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. പോയ സമയത്ത് പോയി അവിടെ ചെന്നു, എല്ലാം പരിശോധിച്ചു, ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് വിടുന്നു. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തനിക്ക് വീണ്ടും പെയിനുണ്ടായി. ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് വളരെ ദാരുണമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായി. കുഞ്ഞ് മരിക്കുകയാണ് ചെയ്തത്. ആദ്യ ആൺകുട്ടിയായിരുന്നു. ആ കുഞ്ഞ് ഉദരത്തിനുള്ളിൽ തന്നെ സ്റ്റിൽ ബർത്ത് മരിച്ചു. ആ ഒരു അനുഭവം വിശ്വാസത്തിലേക്ക് കൂടുതൽ വരുവാൻ അതെങ്കിൽ ഒരു നിയോഗമായി പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയന്ത്രണം ഉണ്ടാകുവാനും അഭിഷേകം ഉണ്ടാകുവാനും ആ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഇടയാക്കി. എൻ്റെ ഭാര്യ തനിച്ച് വീട്ടിലായിരുന്നു. അപ്പോൾ ഞാനൊരു ചെറിയ ജോലിക്ക് സ്റ്റാർട്ട് ചെയ്തു ഗവൺമെൻറ് സർവീസിൽ. എന്നാൽ താൻ അങ്ങനെ ആയിരിക്കുമ്പോൾ എൻ്റെ ഇൻലോസ്, എൻ്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയും, അവർ പെന്തിക്കോസ്റ്റൽ ചർച്ചിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവിടെ നിന്നുള്ള വേലക്കാരത് കേൾക്കുകയും ഈ സംഭവം അറിഞ്ഞ് അവർ വന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എൻ്റെ ഭാര്യയെ ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ചെയ്തായിട്ടൊരു ദിവസം
തനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുകയുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അടുത്തടുത്ത ദിവസങ്ങളിൽ കിട്ടിയില്ലേ Yes. ആത്മാഭിഷേകം? അതെ അതെ, അതേക്കുറിച്ചൊന്ന് പറഞ്ഞാട്ടെ. തീർച്ചയായിട്ടും അത് ആ ദിവസം തന്നെ ഞാനിന്ന് ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് എന്നോട് എൻ്റെ വൈഫ് ഈ അനുഭവം പങ്കിടുകയുണ്ടായി. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെപ്പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷേ അത് അനുഭവിച്ചറിയുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല. നാവുകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. അന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്കും ഈ അനുഭവം ആവശ്യമാണ്, എനിക്കും ഇത് ആവശ്യമാണ്. അപ്പോൾ എനിക്കിത് കിട്ടണം. വലിയൊരാഗ്രഹം, ഒരു കുഞ്ഞ് പാല് കുടിക്കുവാൻ കരയുന്നത് പോലെ ഞാനിന്ന് ദൈവത്തോട് യാചിച്ചു. ഞങ്ങൾ ഇതുപോലെ ഒരു മുറിയിൽ അവിടെ കാത്തിരുന്നു. ഒരു പാട്ട് പാടി, ലോകമാം ഗംഭീര വാരിധിയിൽ എന്നുള്ള ആ പാട്ട് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള പാട്ടാണല്ലോ. അതിൻ്റെ കോറസ് അങ്ങോട്ട് എടുത്തെടുത്ത് പാടി, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. അതങ്ങോട്ട് പാടി ആവർത്തിച്ച് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തെന്നില്ലാത്ത ഒരു അനുഭവമുണ്ടായി. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം എന്നിലുണ്ടാകുകയും അന്യഭാഷകളിൽ സംസാരിക്കുവാനും, ഞാൻ ഈ മുറിയിലിരുന്ന ഈ സൈഡിലിരുന്ന ആൾ ഞാൻ അങ്ങേ സൈഡിലെത്തുകയും ചെയ്തു. വളരെ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ ദൈവം എന്നെ അഭിഷേകത്താൽ നിറച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചു. അതുകൊണ്ട് ഞാൻ എല്ലാ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിവുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആത്യന്തികമായി ദൈവശക്തി നമ്മുടെ മേൽ ഇറങ്ങി വന്നു. അതെ തീർച്ചയായിട്ടും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരോട് എൻ്റെ ഒരു സജഷൻ ഇതാണ്: നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, അത് ധാരാളമായി ദൈവം കൊടുക്കുന്നു, എത്രയധികമായി നമ്മുടെ നല്ല പിതാവ് നമ്മൾക്ക് ധാരാളമായി തരും എന്നുള്ള വചനമുണ്ടല്ലോ. അതനുസരിച്ച് നിങ്ങൾ യാചിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി വാഞ്ചിക്കുന്നുവെങ്കിൽ, നിങ്ങളൊരു റിവൈവൽ മീറ്റിങ്ങിനോ ഉണർവ് യോഗത്തിനോ കൺവെൻഷനോ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. അല്ലെങ്കിൽ പാസ്റ്റർ വന്ന് തലയിൽ കൈവച്ചിട്ടേ എനിക്ക് കിട്ടുകയുള്ളൂ എന്ന് നിങ്ങൾ വിളിക്കേണ്ട. നിങ്ങൾക്കത് ദൈവസന്നിധി ഇരുന്നാൽ മതി, ദൈവം അത് തരും. അത് തീർച്ചയായിട്ടും അതിനുവേണ്ടി ആഗ്രഹിക്കണം. ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉള്ളതുകൊണ്ടായിരിക്കും പല അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള സാഹചര്യം. അതെ തീർച്ചയായിട്ടും, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് ഒരു ഭവനം വാങ്ങിച്ചു. അപ്പാർട്ട്മെൻറ്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇച്ചിരി ദൂരേക്ക് മാറി. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു. 7 വയസ്സും അല്ലെങ്കിൽ 8 വയസ്സും 5 വയസ്സും ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളായിരുന്നു രണ്ടുപേരും. ദൈവം നമ്മൾക്ക് രണ്ട് കുഞ്ഞുങ്ങളെ തന്ന അതിൻ്റെ അനുഭവം ഞാൻ പറയാം. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഭാര്യ രാത്രിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. രാത്രിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം തനിക്ക് പകല് ഉറക്കം കിട്ടിയില്ല. കുഞ്ഞുങ്ങളുടെ എന്തുകൊണ്ടോ തനിക്ക് ഉറക്കം കിട്ടിയില്ല. അന്ന് രാത്രിയിൽ താൻ ജോലിക്കായിട്ട് കടന്നുപോയി. 10 മണി കഴിഞ്ഞ സമയത്ത് രാത്രിയിൽ കടന്നുപോയി. ഞാൻ കുഞ്ഞുങ്ങളെ കിടത്തി അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരികയാണ് പോലീസിൽ നിന്ന്. ഈസ്റ്റ് ബേൺസ്വിക്ക് പോലീസ് ന്യൂജേഴ്സിയിൽ നിന്ന് വരികയാണ്. എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരിക, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഈ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് അടുത്ത ആരും അങ്ങനെ അയൽവാസികൾ നമുക്ക് പരിചയമുള്ളവരില്ല. 1 മൈൽ അല്ലെങ്കിൽ ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്തൊരു ഫാമിലി താമസിക്കുന്നുണ്ട്. അവരെ വിളിച്ചു. അവിടെ കൊണ്ട് കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചതിന് ശേഷം അവിടുത്തെ പ്രിയ സാം മാത്യൂസിനോടും കൂടെ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ വരാൻ. താനും എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ കടന്നുപോയി. ചെന്നപ്പോൾ ലൈറ്റഡ് ഹൈവേ ആണ്. അവിടെ ചെന്നപ്പോൾ വണ്ടി തലകീഴായിട്ട് മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് കാണുക. റോഡെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ ആകെ ഭയപ്പെട്ടു പോയി. എനിവേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ സ്കാനിങ്ങിന് വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയമായിരുന്നു. തനിക്ക് ശരിയായിട്ടുള്ള ബോധം അപ്പോൾ ഇല്ല, എങ്കിലും അങ്ങോട്ട് കൊണ്ടുപോയി. എന്നാൽ അതിനെപ്പറ്റി കൂടുതലായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. താൻ ഈ തലകീഴായി മറിഞ്ഞ അവസ്ഥയിൽ താൻ ഉറങ്ങിപ്പോയി കാറ് ചെന്നൊരു ഇലക്ട്രിക് പോളിൽ ഇടിക്കുകയും കാറ് പല പ്രാവശ്യം മറിഞ്ഞെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എങ്ങനെയായിരുന്നാലും കാറ് തലകീഴായി കിടക്കുന്ന അവസരത്തിൽ താൻ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു. ആ സീറ്റ് ബെൽറ്റിൽ ഷോക്ക് ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന അനുഭവത്തിലായിരുന്നു. എന്നാൽ ദൈവം അവിടെയും ഒരു വ്യക്തിയെ നിയമിച്ചു, ദൈവദൂതനെ അയച്ചു. തൻ്റെ പുറകെ ഒരു നേഴ്സ് ആ ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നത്, ആ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യുന്ന ആൾ പുറകെ വരുന്നുണ്ടായിരുന്നു. താൻ ഓടി വന്ന് നോക്കിയപ്പോൾ പൾസെല്ലാം നോക്കിയപ്പോൾ എല്ലാം ലോ ആയിരുന്നു. ഉടനെ തൻ്റെ കയ്യിലൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റുണ്ട്, അതെടുത്ത് സീറ്റ് ബെൽറ്റ് കട്ട് ചെയ്യുകയും പോലീസിനെയും റെസ്ക്യൂ സ്ക്വാഡിനെയും എല്ലാം വിളിച്ച് അവർ വന്ന് തന്നെ രക്ഷിക്കുകയും ചെയ്തു.
എന്നാൽ ആ ഈസ്റ്റ് ബ്രൺസ്വിക്ക് പോലീസ് ആ നഴ്സിന് ഒരു അവാർഡ് വരെ കൊടുത്തു, ഒരു ജീവൻ രക്ഷിച്ചതിന്. ഞങ്ങളെ അതിന് വിളിച്ചിരുന്നു, ഞങ്ങളതിന് പോയി. വളരെ, എന്നാൽ ദൈവമാണ് അവിടെ ആ വ്യക്തിയെ ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു പോറൽ പോലും സംഭവിക്കാതെ തന്നെ ദൈവം സൂക്ഷിച്ചു. ഇപ്പോഴും അതിൻ്റെ ഒരു മെമ്മോറിയൽ പോലെ തൻ്റെ തലയിൽ ഒരു ചെറിയൊരു ബമ്പുണ്ട്. ഇപ്പോഴും പരിശോധിച്ചാൽ കാണാം. അത് ദൈവം കൊടുത്തതാണ്. അത് ഓർക്കുവാൻ വേണ്ടി അത് ഈ കാറിൻ്റെ മേളിലൊരു ഫ്ലിപ്പ് സ്വിച്ച് ഉണ്ട്. അതിൽ എല്ലാം ദൈവത്തിന്റെ കൃപ മാത്രം. കയ്പും അനുഭവം, മധുരവും നിറഞ്ഞ അനുഭവം നിങ്ങളുടെ ജോലിക്കിടയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ, അതൊന്ന് പറയാമോ? ഓ, തീർച്ചയായും. ജോസഫിനെ നടത്തിയതുപോലെ നിങ്ങൾ നടത്തി എത്ര അനുഭവങ്ങൾ ഒന്ന് പങ്കിടേ. തീർച്ചയായും. എൻ്റെ ജോലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെന്ന സമയത്ത് 1990 ഞാൻ ജോലിക്ക് കയറുന്നു. ഗവൺമെൻറ് സർവീസിൽ ഞാൻ അക്കൗണ്ടിങ് ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. അത് അന്ന് തൊട്ടേ ദൈവം എന്നെ സഹായിച്ചു. അവിടെ ഒരു ജോലിക്ക് കയറുവാൻ എന്നെ സഹായിച്ചു. അതിനുള്ള ആളുകളെ അവിടെയും ദൈവം നിയമിച്ചിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ജോലിക്ക് കയറി 1990 സിറ്റി ഓഫ് ന്യൂയോർക്ക്, ന്യൂജേഴ്സി, അവിടെയാണ് ജോലി ചെയ്തത്, ന്യൂജേഴ്സിയിൽ. അത് കഴിഞ്ഞ് 92 ഞാൻ ഹൗസിംഗ് അതോറിറ്റി, അതിൻ്റെ അണ്ടറിൽ തന്നെയുള്ള ഹൗസിംഗ് അതോറിറ്റിയിലേക്ക് ജോലി മാറുന്നു, ട്രാൻസ്ഫറായി. അവിടെ പോകുന്നു. അവിടെ വർഷങ്ങൾ ചെയ്തു. ടോട്ടലി 33 വർഷക്കാലം ഞാൻ അവിടെ ജോലി ചെയ്തു. ഈ 33 വർഷക്കാലത്തെ കാലയളവിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടായി. ഇതൊക്കെയും വരുമ്പോൾ കംപ്ലീറ്റ് അഡ്മിനിസ്ട്രേഷനെ അവർ വിടും, അങ്ങനെയൊക്കെയുള്ള പിങ്ക് സ്ലിപ്പ് കൊടുക്കും, അല്ലെങ്കിൽ ലേ ഓഫ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്തു. 2006 കാരണം ഞാൻ ചെന്ന സമയത്ത് തൊട്ട് ഒരു മേയർ തന്നെയായിരുന്നു. 20 വർഷത്തോളം താൻ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ 2006 അത് മാറി, പുതിയ ഒരു മേയർ വന്ന സമയത്ത് കംപ്ലീറ്റ് അഡ്മിനിസ്ട്രേഷനെ വിടാനുള്ള പ്ലാൻ വന്നു. ഞാൻ ചെയ്യുന്ന അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് അവർ രാവിലെ പിങ്ക് സ്ലിപ്പ് എല്ലാവർക്കും ഇങ്ങനെ പാസ് ചെയ്യുവാണ്. ഞങ്ങളെല്ലാം അവിടെ വിസ്മയിച്ച് നിന്നു. അടുത്തത് നമ്മുടെ ഊഴമായിരിക്കാം എന്ന് ചിന്തിച്ചു ഇങ്ങനെ നിന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയെന്ന് പറയട്ടെ, എനിക്കൊരു പിങ്ക് സ്ലിപ്പ് ലഭിച്ചില്ല. ഈ 33 വർഷക്കാലവും ഒറ്റ ദിവസം പോലും ജോലിയില്ലാതെ ഞാൻ നിന്നിട്ടില്ല. അത് ദൈവത്തിൻ്റെ കൃപയാണ്. നിൽക്കാമായിരുന്നു, എന്നെ അവിടുന്ന് ഫയർ ചെയ്ത് വിടാമായിരുന്നു. അതിനുള്ള അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ ചെയ്യാമല്ലോ, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ദൈവം അതിനെ അനുവദിച്ചില്ല. ദൈവം എനിക്ക് അപ്പോഴൊക്കെയും വചനങ്ങൾ തന്നുകൊണ്ടിരുന്നു. 2006 വലിയ ചേഞ്ച് ഉണ്ടായി. ഒരു പുതിയ CFO വന്നു, ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ വന്നു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട്. അതുപോലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വന്നു. ന്യൂയോർക്ക് ഹൗസിങ്ങിൻ്റെ ചേഞ്ച് ചെയ്തു. കംപ്ലീറ്റ് ആളുകളെ വിട്ടു. CPA സർട്ടിഫിക്കേഷനുള്ള ആളുകളുണ്ടായിരുന്നു, വലിയ സ്മാർട്ടായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, അവരെ എല്ലാം വിട്ടു. എൻ്റെ ടൈറ്റിൽ, അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്, അതൊരു സിവിൽ സർവീസ് ടൈറ്റിലായിരുന്നു. അതുകൊണ്ട് എന്നെയും ആ സിവിൽ സർവീസ് ടൈറ്റിൽ ഇല്ലാത്ത സെയിം ടൈറ്റിൽ ഹോൾഡ് ചെയ്യുന്ന വേറെ 2 പേരുണ്ടായിരുന്നു. അവരെയും തൊടുവാൻ അവർക്ക് സാധിച്ചില്ല. ദൈവത്തിൻ്റെ കൃപ. പോരാട്ടങ്ങൾ ജോലിക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും പാരയൊക്കെ വെച്ചിട്ടുണ്ടോ? ഓ, തീർച്ചയായും. പിന്നീട് അതിനെപ്പറ്റി പറയുമ്പോൾ പിന്നീട് പല അവസരങ്ങളിൽ ഇദ്ദേഹത്തെ എങ്ങനെ ഇവിടുന്ന് വിടാം എന്നുള്ള രീതിയിലൊക്കെയും അവർ നോക്കിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. പല പ്രാവശ്യം എന്നോട് പറഞ്ഞു, മറ്റൊരു ഓർഗനൈസേഷനിൽ നിനക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അവിടെ എന്തുകൊണ്ട് പോകുന്നില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പോഴെല്ലാം ഞാൻ പ്രധാന തീരുമാനങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം എടുക്കുമ്പോൾ വിശുദ്ധന്മാരോട് പോയി സംസാരിക്കും. പ്രാർത്ഥനാപരമുള്ള ദൈവത്തിൻ്റെ ദാസന്മാരോട് സംസാരിക്കും. അവരുടെ ആലോചനകൾ കേൾക്കും. ദൈവം പറയുന്ന അനുസരിച്ച് അവർ പ്രാർത്ഥിച്ചിട്ട് പറയും, ഇന്നതുപോലെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത് എന്ന് എന്നോട് പറയും. ദൈവശബ്ദം കേട്ട് ഓരോ ചുവടുവെപ്പുമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. തീർച്ചയായിട്ടും. അങ്ങനെ 2006 അങ്ങനെ ശ്രമിച്ചെങ്കിലും തനിക്ക് എന്നെ ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല. എന്നാൽ 2009 ആയപ്പോഴത്തേന് ആ വ്യക്തി, എൻ്റെ ബോസായിട്ടുള്ള ആൾ, അവിടുന്ന് റിസൈൻ ചെയ്തു വേറൊരു ഓർഗനൈസേഷനിലേക്ക് പോയി. പുതിയ ഒരാൾ അവിടെ വരുന്നു. അദ്ദേഹം വളരെ കാര്യക്ഷമമായി ഇതുപോലെ നമ്മൾ ഇരിക്കുന്നത് പോലെ തന്നെ സ്നേഹത്തിൽ ചോദിച്ചു, അവിടുത്തെ സിറ്റുവേഷൻ എന്താണ്, താങ്കൾ എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വളരെ വിശാലമായി സംസാരിച്ചു. ജോലി ഉയർച്ച ഉണ്ടായോ? തീർച്ചയായിട്ടും അദ്ദേഹം എന്നെ ഉയർത്തുന്നു.
പഴയ അഡ്മിനിസ്ട്രേഷൻ താഴ്ത്തി വേറെ ചെറിയ ടൈറ്റിലൊക്കെ തന്നെങ്കിൽ ശമ്പളത്തിലൊന്നും ടച്ച് ചെയ്തില്ല, എങ്കിലും ഡിമോട്ട് ചെയ്യുന്ന പോലെയുള്ള അനുഭവങ്ങളുണ്ടായി. എന്നാൽ ഇദ്ദേഹം എനിക്കൊരു പ്രൊമോഷൻ തരുന്നു, ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറാക്കി മാറ്റുന്നു. അതൊക്കെ ഏത് പദവിയിൽ വരെ ആ ജോലിയിലെത്തി? ആ പദവിയിൽ എത്താവുന്നതിൻ്റെ പരമാവധി, ഏറ്റവും പരമാവധി. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതി ഭയങ്കരമല്ലേ? അതെ, തീർച്ചയായും. യോസഫിൻ്റെ സഹോദരന്മാരെല്ലാം കുഴിയിലിട്ടെങ്കിലും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടെങ്കിലും ദൈവം തക്ക സമയമായപ്പോൾ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഒരു മന്ത്രിയാക്കി മാറ്റിയതുപോലെ വാസ്തവത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുമാറാത്ത ദൈവകൃപ, പിരിയാത്ത ദൈവകൃപ, വറ്റിപ്പോകാത്ത ദൈവകൃപ, ആഴത്തിലുള്ള ദൈവിക അനുഭവങ്ങൾ, പ്രാർത്ഥനയുടെ ശക്തി, വിശ്വാസത്താലുള്ള ചുവടുവെപ്പുകളൊക്കെ നിങ്ങളെ പടിപടിയായി അതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ ദൈവം കൊണ്ട് ഉയർത്തുകയായിരുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ വിശുദ്ധന്മാരോട് പോയി ചോദിക്കുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പറയും, നിങ്ങൾ രാവിലെ എണീറ്റ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് നമുക്ക് കഴിയുന്നുണ്ടോ? പലപ്പോഴും പ്രയാസമുള്ള അനുഭവമാണ് നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം തന്നെ ന്യായാധിപതിയായി ദൈവം നമ്മൾക്ക് വേണ്ടി ന്യായം ചെയ്യും. ശരിക്കും നിങ്ങൾക്ക് ലഭിച്ച ബൈബിളിൽ ഏറ്റവും കനത്ത കരുത്തുറ്റ ഒരു വചനം എന്തായിരുന്നു? അത് തന്നെ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നു. അതായത് 2 കൊരിന്ത്യർ 12:9 എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ ശക്തിയായിത്തീരുന്നു എന്നുള്ള വചനം പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾക്ക് ലഭിച്ച വചനം ആ വചനമാകുന്നു എനിക്ക് ലഭിച്ചത്. എന്നാൽ പല വചനങ്ങൾ ദൈവം അതിനിടയ്ക്കൊക്കെ പല കാര്യങ്ങളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ദൈവത്തിന്റെ നിനക്കെതിരായി വരുന്ന ആയുധങ്ങളൊന്നും ഫലിക്കുകയില്ല എന്ന് എനിക്ക് ദൈവം തന്നു. നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല. ശരിക്കും പറഞ്ഞാൽ മൊർദെഖായിയെ മാനിച്ചതുപോലെ അല്ലേ? സേരസ് വന്നിട്ട് പറയുക, ഹാമാൻ്റെ ഭാര്യയാണല്ലോ. അതെ, അപ്പം ഹാമാൻ്റെ ഭാര്യയും ആശാരിയും കൂടെ മനോഹരമായ കഴുകുമരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലെ കട്ടക്കാപ്പിയൊക്കെ ആയിട്ട് വന്നിട്ട്, ആർക്ക് വേണ്ടിയാ ചേട്ടാ ഇതൊക്കെ ഉണ്ടാക്കുന്നു ചോദിച്ചപ്പോൾ, എന്നെ ആദരിക്കാത്ത, എന്നെ ബഹുമാനിക്കാത്ത മൊർദെഖായിയെ കഴുകുമരത്തിൽ കയറ്റാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ അവൾ പറയുന്നൊരു കാര്യമുണ്ട്, ഹാമാൻ്റെ ഭാര്യ പറയുന്നുണ്ട്, അവൻ യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല. വാസ്തവത്തിൽ പ്രാർത്ഥിക്കുന്നവരെ തോൽപ്പിക്കാൻ ഒരു ദുഷ്ടശക്തിക്കും സാധിക്കത്തില്ലെന്നല്ലേ അങ്ങയുടെ ജീവിതാനുഭവം വെളിപ്പെടുത്തും? തീർച്ചയായും. രാത്രി യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് കരഞ്ഞതായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ജോലിയിൽ താഴ്ചയിൽ എൻ്റെ ഭാര്യ എന്ന് സാക്ഷിയാണ്. രാത്രി യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് കരഞ്ഞ അനുഭവങ്ങൾ ദൈവം കണ്ടു. നമ്മുടെ കണ്ണുനീരിന് മറുകിടക്കുന്ന ഒരു ദൈവമല്ല നമ്മുടേത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവം, നമ്മുടെ വായിലെ വാക്കുകളെ സശ്രദ്ധം ശ്രദ്ധിക്കുന്ന ദൈവം. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. 2009 പുതിയ ഒരു CFO അവിടെ വരുന്നു, ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ വരുന്നു. വളരെ മാന്യനായ വ്യക്തി. ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം എന്നെ ഉയർത്തിയെന്ന്. അദ്ദേഹം വേറൊരു ടൈറ്റിൽ വന്ന സമയത്ത് അവിടെ ഒരു ഓപ്പണിംഗ് വന്നു, ഒരു കൺട്രോളർ പൊസിഷൻ. അപ്പോൾ ഞാൻ അവിടെ ഏതാണ്ട് 20-ലധികം വർഷങ്ങളോളം ആയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, എന്തുകൊണ്ട് ഇതിന് അപ്ലൈ ചെയ്തുകൂടാ? ഞാൻ അപ്ലൈ ചെയ്ത് എന്നോട് ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് അദ്ദേഹം, മാർവിൻ വോൾട്ടൻ ആണ് പേര് പറയുന്നത്, അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, താങ്കൾ എന്താകുവാൻ ആഗ്രഹിക്കുന്നു? താങ്കളുടെ മുമ്പോട്ടുള്ള വീക്ഷണം എന്താണ്? ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ തന്നെ ഒരു CFO ആയിട്ട് ഇവിടെ നിന്ന് റിട്ടയർ ചെയ്യണം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ ടൈറ്റിലാണ് ആ CFO. ആ ടൈറ്റിൽ എനിക്ക് വേണമെന്ന് ഞാൻ പറയുവാനുള്ള ധൈര്യം എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കും. ശരിക്കും അവൻ അവർക്ക് മുമ്പായി പുറപ്പെട്ടപ്പോൾ എന്ന് വായിക്കുന്ന പോലെ ദൈവത്തിന്റെ ദൂതൻ നിങ്ങൾക്ക് മുമ്പേ പുറപ്പെടുകയായിരുന്നല്ലേ? അതെ, തീർച്ചയായും. താമ്രക്കഥകളെ തകർക്കുന്ന ഇരുമ്പോടാമ്പലുകളെ മുറിക്കുന്ന ദൈവദൂതൻ നിങ്ങൾക്ക് മുമ്പേ പുറപ്പെട്ടു. എന്നാൽ അതിനുശേഷം ഉണ്ടായ അനുഭവങ്ങൾ ഓർക്കുമ്പോൾ ഇതിപ്പോഴങ്ങോട്ട് ഉടനെ സംഭവിക്കുന്നില്ല. നമ്മൾക്കതിനെല്ലാം ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. നമ്മളത് വെയിറ്റ് ചെയ്യണം, കാത്തിരിക്കണം. എന്നാൽ വീണ്ടും ഒരു CFO അവിടെ വരുന്നു. ഇദ്ദേഹം എന്നോട് ഇൻ്റർവ്യൂ ചെയ്ത ആൾ പ്രൊമോട്ട് ചെയ്ത് മേളിലോട്ട് പോയി. വേറൊരു CFO അവിടെ വരുന്നു. അവിടെയും എനിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ വളരെയധികം വിഷമിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ ഇതൊരു ദീർഘമായിട്ടുള്ള ഒരു കാര്യമാണ്, ഞാനെല്ലാം പറയുന്നു. അദ്ദേഹത്തെ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ആ CFOയെ വീണ്ടും വേറൊരു സിറ്റിയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാക്കി ഹൗസിങ്ങിൻ്റെ മാറ്റുന്ന ഒരു അനുഭവം ഉണ്ടായി. അങ്ങോട്ട് പോയി അദ്ദേഹം.
അപ്പോഴത്തേന് ഞങ്ങൾ സെൻഡ് ഓഫൊക്കെ കൊടുത്ത് വിട്ടു. അതിനുശേഷം ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ അവിടുന്ന് വന്നു. താങ്കൾ അവിടുന്ന് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുവോ? ഒരു CFO പൊസിഷൻ അവൈലബിൾ ആണ്. പൊസിഷൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വാക്കുകളെയാണ് ദൈവം ശ്രദ്ധിക്കുന്നത്. അവിടേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വളരെയധികം ആശയക്കുഴപ്പം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം 25 വർഷം ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചു. ദൈവദാസന്മാരോട് ചോദിച്ചു. ദൈവനിയോഗം ഉണ്ടായി. ഞാൻ ദൈവത്തോട് ചോദിച്ചു. ദൈവദാസന്മാർ പ്രാർത്ഥിച്ചതിൻ്റെ അനുഭവത്തിൽ എന്നോട് പറയുന്നു, ഒരു സമാധാനം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് തീർച്ചയായും റിസൈൻ ചെയ്ത് അവിടെ പോകാൻ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ അവിടെ പോകുന്നു. പോയതിന് ശേഷം അവിടെ ജോലി ചെയ്യുവാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. 3 വർഷക്കാലം ഞാൻ അവിടെ ജോലി ചെയ്തു. 3 വർഷക്കാലം എന്ന് പറഞ്ഞാൽ ഇത് ഹൗസിംഗ് അതോറിറ്റിയാണ്, ഫെഡറൽ ഫണ്ടിങ് ആണ് അവിടെ വരുന്നത്. വാഷിങ്ടണിൽ നിന്നുള്ള ഫണ്ടിങ് ആണ്. മനസ്സിലായി. അപ്പോൾ അത് അവർ മോണിറ്റർ ചെയ്യും, നമ്മളെ സ്കോറിങ് ചെയ്യും. ഫൈനാൻസിന് സ്കോറുണ്ട്. അപ്പോൾ ആ പോയ ഹൗസിംഗ് അതോറിറ്റിയിൽ ജേഴ്സി സിറ്റിയിൽ അവരുടെ സ്കോറൊക്കെ വളരെ മോശമായിരുന്നു. 25 പോയിന്റിൽ 7 പോയിന്റോ എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ദൈവം എനിക്ക് കൃപ തന്നു അത് ബെറ്റർ ആക്കുവാനായിട്ട്. ഫൈനാൻസ് എല്ലാം ബെറ്റർ ആക്കി 3 വർഷം കൊണ്ട് അതിൻ്റെ ആ സ്കോർ 25-7 എന്നുള്ളത് 25-ൽ 21 പോയിന്റ് ആക്കി ഹൈ പെർഫോമർ സ്കോറാക്കി മാറ്റുവാനായിട്ട് ദൈവം സഹായിച്ചു. അതൊരു ചരിത്രം തിരുത്തി കുറിച്ചു. എന്നാലും നമ്മുടെ വായിലെ ആ വാക്ക് പൂർത്തീകരിച്ചിട്ടില്ല. എപ്പോഴാണ് പൂർത്തീകരിച്ചത്? അത് പൂർത്തീകരിച്ച് ഞാൻ പറയാം. പിന്നീട് 2018 ആയപ്പോഴത്തേന് ഞാൻ ആദ്യം ജോലി ചെയ്യുന്ന സ്ഥലത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വീണ്ടും മാറി. അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ചേഞ്ചായി. ഒരു പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അവിടെ വരുന്നു. അദ്ദേഹം പുതിയൊരു CFOയെ നോക്കുന്നു. അപ്പം 2 വ്യക്തികളോട് താൻ കൺസൾട്ട് ചെയ്തു. ആ 2 വ്യക്തികളും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. എനിക്കറിയത്തില്ല ഈ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായിരുന്നു. 2 പേരും എൻ്റെ പേര് നിർദ്ദേശിച്ചു, അനുകൂലമായിട്ട് പറഞ്ഞു. അതൊരു വലിയ ഒരു ഇതാണ്. ദൈവമാണ് അവരെ അവിടെ വെച്ചിരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം നമ്മൾക്ക് വേണ്ടി സംസാരിച്ചു. പെട്ടെന്ന് നമ്മൾ ആ പൊസിഷനിലേക്ക് വന്നു. തിരിച്ചപ്പോൾ എന്നെ തിരിച്ചവിടേക്ക് വിളിക്കുന്നു. 2018 ഞാൻ തിരിച്ചവിടെ വരുന്നു. 2023 വരെ അവിടെ ജോലി ചെയ്തു. 33.5 വർഷം തികച്ചു. CFO പൊസിഷൻ അവിടെ തന്നെ ദൈവം തന്നു. ആ വാക്ക് ദൈവം എത്ര മാനിച്ചെന്ന് ഞാൻ അടിക്കുറിപ്പിൽ എഴുതിയിട്ടതുപോലെ, സ്വർണ്ണ ലിപികൾ എഴുതിയിട്ടതുപോലെ. ശരിക്കും പഠിച്ച ആത്മീയ സത്യം എന്തായിരുന്നു? തീർച്ചയായിട്ടും അത് യോസേഫ് കടന്നുപോയ പാത പോലെ തന്നെ. താൻ കാരാഗ്രഹത്തിൽ കിടന്നു, പൊട്ടക്കിണറ്റിൽ കിടന്നു. ആ അനുഭവങ്ങളിലൊക്കെയും ആരും വിചാരിച്ചില്ല താൻ മന്ത്രിയാകുമെന്ന്. ഈവൻ യാക്കോബിന് പോലും അത് വെളിവാക്കിയിട്ടില്ല. യാക്കോബിനോടും ദൈവം സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ രഹസ്യം യാക്കോബ് വിചാരിച്ചിരുന്നത് എന്താണ്? യാക്കോബ് വിചാരിച്ചിരുന്നത് തൻ്റെ മകൻ മരിച്ചുപോയി. തൻ്റെ സഹോദരന്മാർ വന്ന് പറഞ്ഞു, ഒരു വന്യമൃഗം അവനെ കടിച്ചു കീറി. യോസേഫ് അയച്ച രഥം കണ്ടപ്പോൾ അപ്പോൾ നമുക്കൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. യാക്കോബിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു വെയിറ്റിംഗ് പീരീഡിന് ശേഷം ദൈവം അത് വെളിപ്പെടുത്തും. അപ്പോൾ എല്ലാ രഹസ്യങ്ങളും നമ്മൾക്ക് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ നിഹളവും അഹങ്കാരവും ഒക്കെ ഉണ്ടാകും. താഴ്മ 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 താഴ്മ. ശരിക്കും മകൾക്കൊരു കൊച്ചുമകൻ ഉണ്ടായ കഥ അതിനകത്തൊരു തീർച്ചയായും 1990 നവംബർ 18 ഞങ്ങൾക്കൊരു കുഞ്ഞ് നഷ്ടമായി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെ. എന്നാൽ ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി എന്ന് ഞാൻ വീണ്ടും പറയുന്നു. 91 ഞങ്ങളുടെ മോൻ ജനിക്കുന്നു. 94 ഞങ്ങൾക്കൊരു മോൾ ജനിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം അവളുടെ പഠനത്തിന് ശേഷം അവൾ വിവാഹിതയാകുന്നു. കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയുടെ ഇടയ്ക്കാകുന്നു അവരുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പറഞ്ഞിരുന്നതുപോലെ വലിയ ഇതായിട്ട് നടത്തുവാൻ അന്ന് സാഹചര്യമില്ലായിരുന്നു, ഒക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ബാക്ക്യാർഡിൽ തന്നെ ഒരു ചെറിയ വിവാഹം നടത്തി. അതിനുശേഷം അവൾ എക്സ്പെക്റ്റ് ചെയ്ത കുഞ്ഞിൻ്റെ ഡ്യൂ ഡേറ്റും നവംബറാണ് പറഞ്ഞിരുന്നത്, 2022. അപ്പോൾ ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്നു. 2022 ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. ഞങ്ങൾക്കൊരു കോൾ വന്നു, അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുന്നു. ഒരു ആൺകുഞ്ഞ് അവൾക്കുണ്ടായി.
എൻ്റെ ഫസ്റ്റ് ഗ്രാൻഡ് ചൈൽഡ് മൈൽസ്. അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണെന്ന് ബ്രദറിന് അറിയാമോ? പറഞ്ഞാട്ടെ. നവംബർ 18. ഞങ്ങൾക്ക് ആദ്യം കുഞ്ഞ് നഷ്ടപ്പെട്ട ആ ദിവസം തന്നെ ദൈവം അവിടെയും കാണിച്ചു, 32 വർഷത്തിന് ശേഷം ഞാൻ നിന്നെ മറന്നിട്ടില്ല, ഞാൻ വിശ്വസ്തനാണെന്ന് ദൈവം എന്നെ കാണിച്ചു. ഈ യോശുവയോടുള്ള ദൈവത്തിൻ്റെ ദൂത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും. യോശുവയെ പറ്റി പറയുമ്പോൾ അവനെ ഉണ്ടായത് തന്നെ ഒരു പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. ഞങ്ങളുടെ ഒരു സീനിയർ സിസ്റ്റർ മദർ താന് ഞങ്ങൾ ആദ്യം കുഞ്ഞ് നഷ്ടപ്പെട്ട അവസരത്തിൽ ഞങ്ങൾ കടന്നുപോയ പാതയിൽ താൻ ഞങ്ങളോട് കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. മറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്ന് ഈ പെന്തിക്കോസ് വിശ്വാസത്തിൽ വന്നതാണ് താന്. എന്നാൽ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് താൻ പ്രവചനമായി പറഞ്ഞു, നിങ്ങൾക്കൊരു കുഞ്ഞ് ലഭിക്കുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചോ. 1991 ഇങ്ങനെ പ്രവചനം ഇതായിരുന്നു. ഇത് സംഭവിച്ച നവംബർ 18, 1990 ഇത് സംഭവിച്ചതിന് ശേഷം താൻ പ്രവചിച്ചു പറഞ്ഞു, നിങ്ങൾക്കൊരു കുഞ്ഞ് അടുത്ത വർഷം ഈ സമയമാകുന്നതിന് മുമ്പ് ജനിക്കും. അതേ പ്രകാരം ഒക്ടോബർ 23, 1991 ജോഷുവ ജനിക്കുന്നു. ദൈവത്തിന്റെ ഇടപെടൽ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെയും ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു. ശരിക്കും ഒന്ന് ലോകം മുഴുവൻ അങ്ങയുടെ അനുഭവങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരെ. അപ്പോൾ കുട്ടികളോട് മുതിർന്നവരോട് പറയാനുള്ളൊരു സന്ദേശം പങ്കിടാവോ? തീർച്ചയായും. അപ്പോൾ ജോഷുവയുടെ കാര്യത്തിൽ സംഭവിച്ചത്, പിന്നീട് ഞാൻ പല പ്രയാസങ്ങളിൽ കൂടെ ജോഷുവ ഇങ്ങനെ പോയി അപ്സ് ആൻഡ് ഡൗണിലൊക്കെ പോയപ്പോൾ പലപ്പോഴും വിഷമിച്ച സമയത്ത് ദൈവം എനിക്കൊരു വചനം തന്നു. യെശയ്യാവ് 45:2 എന്നോട് ദൈവം പറയുകയാണ് വായിക്കാൻ. എനിക്കറിയില്ല ആ വചനം എന്തായിരുന്നു. ഞാനത് പോയി ബൈബിൾ തുറന്നു. ഞാൻ നിനക്ക് മുമ്പായി പോയി ദുർഘടപാതകളെ നിരപ്പാക്കുകയും താമ്രകഥകളെ തകർക്കുകയും ഇരുമ്പാടാമലിലെ മുറിച്ചു കളയും. ഞാൻ നിന്നെ പേർ വിളിച്ചിരിക്കുന്ന ദൈവമാകുന്നുവെന്ന് പറഞ്ഞു. അത് ഒരു കോളിങ്ങിൻ്റെ, ഒരു വിളിയുടെ സന്ദേശമാകുന്നു. എന്നാൽ ചലഞ്ചസ് ഉണ്ട്, പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. ദൈവം അത് പൂർത്തീകരിക്കും എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. യുവജനങ്ങളോടും ഉള്ള ആ ക്വസ്റ്റ്യത്തിന് ഞാൻ തിരിച്ചു വരാം. യുവാക്കളോടും കുട്ടികളോടും ഉള്ള എൻ്റെ ഒരു സന്ദേശം ഇതാകുന്നു: നിങ്ങൾ ദൈവത്തിൻ്റെ സത്യം അന്വേഷിക്കുക. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ കൂടിയല്ലാതെ ആർക്കും രക്ഷയില്ല എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ സത്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ സത്യത്തിലേക്ക് തീർച്ചയായും ദൈവം നമ്മളെ വഴി നടത്തും. സത്യം നമ്മളെ സ്വതന്ത്രരാക്കും. അങ്ങനെ അന്വേഷിച്ചവരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ പലത് കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ആ സത്യം അന്വേഷികളായി നിങ്ങൾ തീരണം. ഇന്നത്തെ ഈ ലോകത്തിൽ സംഭവിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകാതെ, ദുഷ്ടൻ്റെ മറ്റ് കെണികളിൽ അകപ്പെടാതെ നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഒരു നന്മയുണ്ട്. കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും നമ്മൾക്ക് ജീവിതത്തിൽ ദൈവം കൃപ തരും അതിനെ അതിജീവിപ്പാൻ. അതിലുപരിയായി നമ്മുടെ ഈ ഭൂമിയിലെ വാസം കഴിയുമ്പോൾ നിത്യമായിട്ടുള്ളൊരു സ്ഥലം ദൈവം ഒരുക്കുന്നു. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ ഇരിക്കുവാൻ അവസരം കൊടുക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇരുന്നതുപോലെ തന്നെ പിതാവിനോട് കൂടെ അതിനുവേണ്ടി നമ്മൾ കാംക്ഷിക്കണം. ഈ ഭൂമിയിലേതൊക്കെയും ക്ഷണികവും കടന്നു പോകുന്നതുമാകുന്നു. എന്നാൽ നിത്യമായിട്ടുള്ള നിത്യരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ഞാൻ എല്ലാ പ്രേക്ഷകരോടും ഇതിൽ കൂടെ ആഹ്വാനം ചെയ്യുന്നു. ഈ പുസ്തകം വായിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഇതൊരു പ്രചോദനമായി തീരട്ടെ. ഈ അനുഭവങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ എന്നുമെന്നും ഉണ്ടായിരിക്കും. ഈ പുസ്തകത്തിൻ്റെ പേരൊന്ന് വായിച്ചേ. ഗ്രേസ് ഇൻ ദ ക്ലൈംബ്, കയറ്റത്തിലെ കൃപ എന്ന ടൈറ്റിലോടുകൂടെ 283 പേജുള്ള ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് ആരൊക്കെയാണെന്നറിയാമോ? മാർത്തോമാ സഭയുടെ എബ്രഹാം മാർ പൗലോസ് തിരുമേനസ്, നമ്മുടെ റാന്നി കോളേജിലെ പ്രശസ്തനായ പ്രിൻസിപ്പാൾ ബാബു ജോസഫ് സാറടക്കം നിരവധി ആളുകളാണ് ഇതിൻ്റെ എഴുതിയിരിക്കുന്നത്. എത്ര മനോഹരമായ ഒരു പുസ്തകമാണ് ഇത്. നിങ്ങൾ വായിക്കണം. ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികൾ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ ഇതിടയാകട്ടെ. ഇത്ര നേരം തിരക്കുകളുടെ നടുവിൽ ഞങ്ങളോട് സഹകരിച്ചതിന് പ്രത്യേകം നന്ദി. ദൈവം അങ്ങയെയും കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
താങ്ക് യു.